സംസ്ഥാനത്തെ പകർച്ചപ്പനി ഒരു രക്ഷയുമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് ആശങ്കയും. എലിപ്പനി, ഡെങ്കിപ്പനി അങ്ങനെ നീളുകയാണ് ആ ഒരു പട്ടിക തന്നെ. ഈ പകർച്ചപ്പനി ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാം, ഇതിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ. വീടുകളിൽ ശുചീകരണം നടത്തി ഇന്നിപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. DHS നിയമന തർക്കം പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറഞ്ഞു. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമായതിനാൽ മഴക്കാല പൂർവ്വ ശുചീകരണമടക്കം നടത്താനുള്ള സമയം വൈകി അതൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതിനപ്പുറം കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് നീങ്ങിയില്ലെങ്കിൽ ഈ പകർച്ചപ്പനി അങ്ങേയറ്റം ആശങ്കാകരമായ രീതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എലിപ്പനി, ഡെങ്കിപ്പനി അടക്കം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. തീർച്ചയായും സ്വപ്ന, നമുക്ക് ഈ പകർച്ചപ്പനികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ, കഴിഞ്ഞ ഒരു 3 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഷിഗല്ല രോഗം ബാധിക്കുന്നു, ഷിഗല്ല രോഗം പടരുന്നു എന്നതിനോടൊപ്പം തന്നെയും ഡെങ്കിപ്പനിയും എലിപ്പനിയും വലിയ രീതിയിൽ വ്യാപിക്കുന്നു. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഡെങ്കിപ്പനി, എലിപ്പനി വലിയ രീതിയിൽ പകർച്ചപ്പനികൾ ബാധിക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളൊക്കെ തന്നെയും. കാരണം ഓരോ ദിവസവും പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ കൂടി വരുന്നു. അതോടൊപ്പം തന്നെ എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. ഇന്നലേക്ക് കണക്ക് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ മാത്രം 24 മണിക്കൂറിടെ 11 പേർക്ക് എലിപ്പനി ബാധിക്കുന്നു. ഷിഗല്ല രോഗബാധിതവും 13 പേർക്ക് ബാധിച്ചു. ഡെങ്കിപ്പനി നോക്കുമ്പോൾ 75 പേർക്കാണ് ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത്. പക്ഷേ 3 മരണം ഇന്നലെ പനി മൂലം മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത മരണത്തിൽ ഒരു മരണം എലിപ്പനി മൂലമാണ് സ്ഥിരീകരിച്ചു. മറ്റു 2 സംശയമാണ്. അതിൽ 1 മഞ്ഞപ്പിത്തമാണെന്നൊക്കെ സ്ഥിരീകരിച്ചു. അങ്ങനെ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം ഇതൊക്കെയാണ് വലിയ രീതിയിൽ. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം തലസ്ഥാനത്ത് എംപോക്സ്, അതായത് മങ്കി പോക്സ് വരെ റിപ്പോർട്ട് ചെയ്ത നമ്മൾ ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്ന പനികൾ, പകർച്ച രോഗങ്ങളൊക്കെ തന്നെ കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന രീതിയിലേക്കൊക്കെയാണ് ഈ ഒരു മഴക്കാലത്ത് പോകുന്നത്. പ്രത്യേകിച്ച് ഷിഗല്ല നമുക്കറിയാം ഈ മാസം മാത്രം ഷിഗല്ല 133 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ വർഷം കേരളത്തിൽ സ്ഥിരീകരിച്ചത് 209 ആണെങ്കിൽ അതിൽ 131 ഈ മാസം എന്ന് പറഞ്ഞാൽ 20-ാം തീയതി ഇന്നലത്തെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ വയനാടാണ് ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിച്ചത്. ഈ മാസം മരിച്ചവരുടെ കണക്ക് നോക്കുമ്പോൾ 5 പേർ ഷിഗല്ല രോഗത്താൽ മരിച്ചു. പക്ഷേ ഇത് നിയന്ത്രണ വിധേയം തന്നെയാണെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഡെങ്കിപ്പനി, പകർച്ചപ്പനി മാത്രമായി ഈ മാസം മാത്രം 20-ാം തീയതി വരെയുള്ള കണക്കുകൾ 2.25 ലക്ഷത്തോളം പേർ സംസ്ഥാനത്തുടനീളം ചികിത്സ തേടി എന്നാണ് പറയുന്നത്. മരണവും അതനുസരിച്ച് കൂടുന്നുണ്ട്, ഡെങ്കിപ്പനി എണ്ണമൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ രീതിയിൽ ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്നു. ഡ്രൈ ഡേ ആഴ്ചയിൽ 3 ദിവസം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നു. വെള്ളിയാഴ്ച സ്കൂളുകളിൽ, ശനിയാഴ്ച സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ച വീടുകളിൽ. ഇന്നിപ്പോൾ ഞായറാഴ്ച വീടുകളിലാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. വീടും പരിസരവും ഒക്കെ ശുചിത്വമാക്കുക. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരോഗ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ അദ്ദേഹത്തിന് കവടിയാറുള്ള വീട്, ആ വസതിയിൽ അദ്ദേഹം ശുചീകരണം നടത്തി. അദ്ദേഹം തന്നെ നേരിട്ട് ശുചീകരണം നടത്തി. ഒരു 10 മണിയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ ഡ്രൈ ഡേ, വീടുകളിലെ ശുചീകരണത്തിന്റെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സ്വന്തം വീട് ശുചീകരിച്ച് അതിനൊരു മാതൃക കാട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഡ്രൈ ഡേ കൃത്യമായി പാലിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ കർശനമായ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നിരുന്നു ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത്. ആ യോഗത്തിൽ തന്നെ ഹൈപ്പവർ കമ്മിറ്റി, നമുക്കറിയാം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചാണ് ഹൈപ്പവർ കമ്മിറ്റി. ആ ഹൈപ്പവർ കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. നിയന്ത്രണ വിധേയം തന്നെയാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കരുതലും ജാഗ്രതയും ഒട്ടും തന്നെ കുറവില്ലാതെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം മഴക്കാലത്തെ ശുചീകരണത്തിൽ സ്വപ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പൂർവ്വ ശുചീകരണ രോഗങ്ങൾ എവിടെയൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഭരണം മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഉദ്യോഗസ്ഥലത്തിലും ഏകോപനത്തിലുണ്ടായ ചെറിയൊരു പാളിച്ചയാണ്. പക്ഷെ അത് ഒരു കാരണമായി പറയുമ്പോൾ അത് മാത്രം അങ്ങനെ നിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു മടങ്ങിപ്പോക്കിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് വളരെ രീതിയിൽ സടകുടൻ എഴുതിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഭരണം മാറിയ ഒരു സാഹചര്യം, പുതിയ ആരോഗ്യമന്ത്രി കൂടിയാണ്. ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു തന്നെ ഇത് മുന്നോട്ട് പോകണം. മൺഫിലിറ്റ്, ഇത് അതിനും ഒപ്പം തന്നെ ചോദിക്കേണ്ടി വരുന്നത്, ഈ DHSൽ ഡയറക്ടർമാരുടെ കസേരകൾ ഇനിയും അവസാനിക്കുന്ന സാഹചര്യം കാണാനില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച വീണ്ടും അത് ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷേ ഈ പ്രവർത്തനങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് ഈ പനി ഇത്രയും ആശങ്കയേറ്റ് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങളെയെല്ലാം, ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും
തീർച്ചയായും ഈ പകർച്ചപ്പനിയിൽ പിടിമുറുക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെയാണ് ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നത്. മന്ത്രി കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് ഇതിന്റെ ചുമതല. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഈ ഒരു വേളയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഇങ്ങനെ സ്ഥലം മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ കാണിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുന്നത്. പക്ഷെ മന്ത്രി പറയുന്നത് നിയമപരമായി ഒക്കെ തന്നെയാണ് അത് ചെയ്തത്. ഒരു സർക്കാർ വരുമ്പോൾ സർക്കാരിന്റെ സംവിധാനങ്ങളോ യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് DHSനെ സ്ഥലം മാറ്റി എന്ന ന്യായീകരണത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ആ വാദം ഉയർത്തുന്നതോടൊപ്പം തന്നെ DHS ട്രൈബ്യൂണലിൽ പോയി സർക്കാരിന്റെ ഉത്തരവിനെതിരെ സ്റ്റേ ഹർജിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേ ഉത്തരവുമായി DHS വരുന്നു. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തുടർച്ചയായി 2 ദിവസവും DHS ഡോക്ടർ റീന അദ്ദേഹത്തിന്റെ പദവിയിൽ കസേരയിൽ വരുന്നു. അതേസമയം സർക്കാർ നിയോഗിച്ച ഡോക്ടർ മീനാക്ഷി ആകട്ടെ ആ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു കസേരകളി ഇപ്പോഴും തുടർച്ചയായ ദിവസങ്ങളിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച അവധി ദിവസമായിട്ട് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇതിന് മുഖാമുഖമാണ് ഈ രണ്ടുപേരും, ഡോക്ടർ മീനാക്ഷിയും ഡോക്ടർ റീനയും മുഖാമുഖം ഇരുന്നാണ്, ഒരു റൂമിലിരുന്നാണ് അവർ മടങ്ങിയത്. ഇപ്പോൾ നിയമ പോരാട്ടം തുടരുമെന്ന് മീനാക്ഷി ഡോക്ടർ റീനയും പറയുന്നു. കാരണം ട്രൈബ്യൂണലിന്റെ ഉത്തരവ് തന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിന്റെ സ്റ്റേ നൽകിയൊരു സാഹചര്യത്തിൽ അതുമായാണ് താൻ പദവി ഏറ്റെടുക്കാൻ വരുന്നതെന്ന് റീന പറയുമ്പോൾ സർക്കാരാകട്ടെ ആരോഗ്യമന്ത്രി ആകട്ടെ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെതിരെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതനുസരിച്ച് ഹൈക്കോടതി ഹർജി നൽകിയിട്ടുണ്ട് ട്രൈബ്യൂണൽ വിധിക്കെതിരെ. അപ്പോൾ ആ നിയമ പോരാട്ടം തുടരുന്നുവെന്നും കൃത്യമായി തന്നെ ആ ഉത്തരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു DHSന്റെ നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഒന്നും തന്നെയും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനെ ഒട്ടും ബാധിക്കില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം കൃത്യമായ നിർദ്ദേശങ്ങൾ DHSയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക നിർദ്ദേശവും ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലും ഏതെങ്കിലും രീതിയിൽ ഫയൽ നീക്കങ്ങളെയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളെയോ ആരോഗ്യവകുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളെയോ ഒന്നും തന്നെ ഇത് ബാധിക്കാത്ത രീതിയിലുള്ള കരുതൽ നടത്തിയിട്ടുണ്ട്. ബാധിക്കാത്ത രീതിയിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും കൃത്യമായ നിർദ്ദേശങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതനുസരിച്ച് ഇതിപ്പോൾ ഫ്രൈഡേയാണ്, വീടുകളിലാണ് ഇത് ആചരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവർത്തനങ്ങളെയൊന്നും, ഈ പനിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളെയൊന്നും ഈ DHSലെ ഈ നിയമന തർക്കങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ നാടകങ്ങളോ ഒന്നും ബാധിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുക തന്നെയാണ്. അൺഫിറ്റാണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്നത്.